നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിൽ KSRTC ബസ് കാറിലിടിച്ച അപകടം. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയായിരുന്നു സംഭവം. പട്ടാമ്പി ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് കൂറ്റനാട് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട ബസ് ട്രിപ്പ് അവസാനിപ്പിച്ചതോടെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. പട്ടാമ്പിയിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന പണിമുടക്ക് അവസാനിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മേലെ പട്ടാമ്പി പെരിന്തമണ്ണ റോഡിൽ ഇന്റർലോക്ക് കട്ടവിരിക്കൽ പ്രവൃത്തികളുടെ ഭാഗമായി ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്കും പെരിന്തമണ്ണയിലേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കുമായി രംഗത്തിറങ്ങിയത്. ഇതോടെ യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു. മേലെ പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് പാലിക്കാത്തതുൾപ്പെടെയുള്ള സ്ഥിതിയാണ് ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയെന്നാണ് ആക്ഷേപം. ശങ്കരമംഗലത്ത് നിന്നും കൊടലൂർ വഴിയാണ് വാഹനങ്ങളെ തിരിച്ചുവിട്ടിരുന്നത്. ഇത് കൃത്യമായി നടത്താത്തതാണ് ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയതെന്നും ആക്ഷേപമുയർന്നു. ഇതെല്ലാം നടപ്പാക്കത്തിൽ പ്രതിഷേധിച്ചു കൂടിയായിരുന്നു സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമായി രംഗത്തിറങ്ങിയത്. ചൊവ്വാഴ്ച പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് പണിമുടക്ക് താൽക്കാലികമായി പിൻവലിക്കുവാൻ ബസ് ഉടമകളും തൊഴിലാളികളും തീരുമാനിച്ചത്. അടുത്ത ദിവസം മുതൽ കൊപ്പത്തും തൃത്താലക്കൊപ്പത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന ഉറപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നതെന്നും ഇതേ തുടർന്നാണ് പണിമുടക്ക് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നതെന്നും ബസ് അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് മുതലേ ഒരു സമരത്തിന്റെ മുന്നിലായിരുന്നു. ഇന്നിപ്പോ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമാൻ TP ഷാജിയുടെ അധ്യക്ഷതയില് PWDയും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസും കൂടി ഇടപെട്ട് സമരം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് PWD മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അന്ന് അവർ പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങൾ ഇന്ന് നടപ്പാക്കി തരാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലും നാളെ മുതൽ ശങ്കരമംഗലത്തും കൊപ്പത്തും പോലീസ് വിന്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും കൂടി ഞങ്ങൾ ഇന്നത്തെ സമരം താൽക്കാലികമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണെന്നും നിലവിൽ ശങ്കരമംഗലത്തും തൃത്താലക്കൊപ്പത്തും കൊപ്പത്തും വാഹന നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കുവാൻ തീരുമാനിച്ചതായും യോഗത്തിനു ശേഷം നഗരസഭാ ചെയർമാൻ TP ഷാജിയും പറഞ്ഞു. ഇന്നലെ പെട്ടെന്ന് പണിമുടക്കി. പട്ടാമ്പി ടൗണിലെ കച്ചവടക്കാര്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഇത്. ടൗണിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച PWDയും പോലീസും പരസ്പരം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം എന്നാൽ ബസ് ഓപ്പറേറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് ബസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ ഇന്ന് ബസ് സമരം പിൻവലിക്കാനും അവർ തീരുമാനിച്ചു. യോഗത്തിൽ ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് തൊഴിലാളികൾ, ഉടമകൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. പട്ടാമ്പിയിലെ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് DYFI. പണിമുടക്കിയ ബസ്സുകൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ജോയിന്റ് RTOയ്ക്ക് നിവേദനവും നൽകി. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, പിന്നെ സാധാ പണിക്ക് പോകുന്ന ആളുകൾ വലിയ പ്രയാസം നേരിടുകയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ബസ് ജീവനക്കാർ ഇന്നലെ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടിൽ ഒരു വികസനം നടക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം, ഇത് പിന്നെ ഒരു ദിവസം മാത്രം തീരുമാനിച്ചൊരു കാര്യമില്ല. പൊതുമരാമത്ത് അങ്ങനെ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെതിരെ ഈ ബസ് ഉടമകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI ബ്ലോക്ക് കമ്മിറ്റി RTOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാമ്പി MLAയോട് ഈ വിഷയം, ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി KSRT സൗകര്യം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഈ പ്രയാസവും ബുദ്ധിമുട്ടും അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് തികച്ചും ബസ് ഉടമകൾ സ്വീകരിക്കുന്നത് ധിക്കാരപരമായ സമീപനമാണ്, അഹങ്കാരപരമായ സമീപനമാണ്. ഞങ്ങളുടെ വണ്ടി മാത്രമാണ് പിന്നെ അതിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ, മറ്റുള്ള വണ്ടികളൊന്നും കടത്തിവിടാൻ പാടില്ല എന്നുള്ള പിന്നെ ഒരു ഇതുമായിട്ടാണ് ബസ് ഉടമകൾ സ്വീകരിച്ചത്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള റോഡ് പണി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബ്ലോക്കും സംവിധാനം ഉണ്ടാവും. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം പട്ടാമ്പിയിലില്ല. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം.
ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് പുറകിലേക്ക് തൃത്താല ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലേക്കും ഇടിച്ചതോടെ ഈ വാഹനം തൊട്ടുമുമ്പിലെ വൈദ്യുത പോസ്റ്റിലും ഇടിച്ചു. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. സംഭവ സമയത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് സമീപത്ത് ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കണ്ടനകത്ത് ജൽജീവൻ മിഷന്റെ ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പെരുമ്പറമ്പ് സ്വദേശി പണിക്ക് വീട്ടിൽ ജബ്ബാർ, ആനക്കര പള്ളത്തുവളപ്പിൽ രതീഷ്, പുതുപ്പൊന്നാനി സ്വദേശി ചെമ്പയിൽ നാസർ എന്നിവരെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ വിജയോത്സവം 2026 തൃത്താല MLA അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. SSLC, +2, NMMS, USS, ഉറുദു ടാലന്റ് പരീക്ഷ, സംസ്കൃത സ്കോളർഷിപ്പ് തുടങ്ങി വിവിധ പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്പൂർണ്ണ AI സാക്ഷരത ഉറപ്പാക്കുന്നതിനായി സ്കൂളുകളിൽ AI ലാബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന SPC ക്യാമ്പിൽ പാലക്കാട് ജില്ലയിലെ മികച്ച 2ാമത്തെ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആരാധിയെയും ചടങ്ങിൽ ആദരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി മുഖ്യാതിഥിയായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, റിട്ടയേർഡ് DEO TS ദേവിക, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, ആനി വിനു, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് ഔങ്ങാട്ടിൽ, സ്റ്റാഫ് സെക്രട്ടറിമാരായ വിദ്യാവതി, M ബിജേഷ് കുമാർ, ഡോക്ടർ PC മൂളു എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും പ്രധാന അധ്യാപിക ഷീന P ശങ്കർ നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ആമയൂർ സൗത്ത് AUP സ്കൂളിന്റെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. നിലവിൽ ഒരു കെട്ടിടത്തിന് ബലക്ഷയത്തെ തുടർന്ന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടാതെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ എത്തിയത്. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ആരാണിതിനെ ഉത്തരവാദി? ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ആമയൂർ സ്കൂളിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക. ആമയൂർ സൗത്ത് AUP സ്കൂളിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്കൂളിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ 2 ക്ലാസ് മുറികൾ അടങ്ങിയ കെട്ടിടം ബലക്ഷയത്തിലാണെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ കെട്ടിടത്തിന് നിലവിൽ ഫിറ്റ്നസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം 5 ക്ലാസ് മുറികൾ അടങ്ങിയ മറ്റൊരു കെട്ടിടത്തിന്റെ കൈക്കോൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബലപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിൽ PTA ഭാരവാഹികൾ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ചെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നും സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടില്ല. തുടർന്ന് സ്കൂളിലെത്തിയ രക്ഷിതാക്കൾ പ്രതിഷേധം അറിയിച്ചു. വളരെ നല്ല രീതിയിൽ മാനേജ്മെന്റുമായിട്ട് ഇത് സംസാരിച്ച് സഹകരിച്ച് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ കഴിയും വിധം മാക്സിമം നല്ല രീതിയിൽ ഇടപെട്ട് നോക്കി. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനോട് കാണിച്ച അനാസ്ഥ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ മെയിൻ കെട്ടിടത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഫിറ്റ്നസ് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ഫിറ്റ്നസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ അധികൃതർ നമ്മൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരണം. അത് നമ്മൾ ഉറപ്പായിട്ടും ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങിന് ഇവിടെ ഫിറ്റ്നസ് കൊടുത്തത് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഭാഗത്തു നിന്നും നമ്മളത് അറിയും. നമ്മൾ അറിയാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുകയും ചെയ്യും. ഇപ്പൊ നിലവിൽ ഫിറ്റ്നസ് ഞങ്ങൾ രക്ഷിതാക്കൾ വന്നിട്ട് സ്കൂളിന് മേലിൽ നിന്ന് മണ്ണും ചെതലൊക്കെ താഴേക്ക് വീഴുണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളിൽ പല ആളുകളും സ്കൂൾ വന്ന് സീലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് സീലിംഗിന്റെ ഒരു ഭാഗം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് 2012 ഇതിന്റെ മെയിൻ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിട്ടുണ്ടായി. നിലവിലെ പ്രീ പ്രൈമറി കുട്ടികളെ ഇരുത്തുന്ന ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബ് അടങ്ങുന്ന കെട്ടിടത്തിലാണ് ബലക്ഷയമുള്ളത്. ഇതിന് പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ഇതോടൊപ്പം 5 ക്ലാസ് മുറി അടങ്ങിയ കെട്ടിടത്തിന്റെ കൈക്കോലുകളും മറ്റും ബലപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്നും ശാശ്വതമായ നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് PTAയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾക്കും നേതൃത്വം നൽകി. എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടിയെന്ന് നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൊപ്പത്തെ
വന്ന് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് വന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം രേഖാമൂലം തന്നെ ഈ 2 ബിൽഡിങ്ങുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള ഒരു രേഖാമൂലം സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്, മാനേജറെയും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ ഇവിടെ രക്ഷിതാക്കൾക്ക് വളരെയേറെ പ്രയാസമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ട് ഇന്നലെ മുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ ആകെ 12 കുട്ടികളാണ് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറെക്കാലമായി സ്കൂളിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് മാനേജ്മെന്റ് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെയും ആരോപണം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളെ കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഞങ്ങളെ മാനേജ്മെൻറ്റ് ഇതുവരെ ഞങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഗവൺമെൻറ് സർക്കാർ ഇത് സ്കൂൾ ഏറ്റെടുക്കണം. അതിനുള്ള സഹായങ്ങൾ എല്ലാവരും അതെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഒരു തടസ്സം നേരിട്ടതിൽ. അതുകൊണ്ട് എല്ലാവരും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു അവസരം അതെ ഒരു കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് വേണ്ട ഒരു അടിസ്ഥാന നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. 2 ദിവസമായി കുട്ടികൾ അതെ ഞങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? നിങ്ങളെ ക്ലാസ് റൂമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണണം. ചുറ്റുപാടുള്ള ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു അവസ്ഥ നിലവിലില്ല. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് സഹായം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സലയും പറഞ്ഞു. ഈ സ്കൂളിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് PTA-യും നാട്ടുകാരും ഒരുപാട് കാലമായി പരാതി പറയാൻ തുടങ്ങിയിട്ട്, പരാതിയല്ല ഉള്ള സംഭവമാണ്. ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും? ഇത് കണ്ട് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഈ സ്കൂളിലെ പരിസര പ്രദേശത്തുള്ളവരും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. ഇവർ മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അവർ പറയും ഒരു ഡേറ്റ് വയ്ക്കും, ആ ഡേറ്റിന് ശരിയാക്കി തരാം എന്ന് പറയും. പക്ഷേ ആ ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ മാനേജ്മെൻറ്റും അത് തീരുമാനിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും അത് കാര്യങ്ങൾ നടത്താതെ മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് അവർക്കൊരു ധാരണ ഉണ്ട്. പക്ഷേ ആ ധാരണ ഇനി നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്തായാലും ഞങ്ങൾ പ്രക്ഷോഭത്തിന് തന്നെയാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 158ഓളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 9 ഡിവിഷനുകളാണ് ഇവിടെ ഉള്ളത്. 4 കെട്ടിടങ്ങളിലാണ് ഡിവിഷനുകൾ പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാനേജ്മെന്റിന് താല്പര്യമില്ലെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. സ്കൂളിലെ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറികൾ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പട്ടാമ്പി AEO സൂചിപ്പിച്ചു. ഒരാഴ്ചക്കകം തന്നെ ഇതിന് പരിഹാരം കാണുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചതായും AEO സൂചിപ്പിച്ചു. അതേസമയം നിലവിലെ വിവാദങ്ങൾ അനാവശ്യമാണെന്നും ബലേഷ്യ നേരിടുന്ന കെട്ടിടത്തിൽ നിലവിൽ കുട്ടികളെ ഇരുത്തുന്നില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി രാമൻകുട്ടി നായർ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നതെന്നുമാണ് സ്കൂൾ മാനേജറുടെ മറുപടി. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. 4 ആനകൾ ആനയൂട്ടിൽ അണിനിരന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിശേഷ പരിപാടികൾ നടത്തിയത്. മഹാഭഗവത് സേവ, അപ്പമൂടൽ, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയും 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ, ആനയൂട്ട് എന്നിവയും നടന്നു. ക്ഷേത്ര തന്ത്രി കാലടി പടിഞ്ഞാറടത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ശ്രീകാന്ത് എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചിറ്റിപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചായിരുന്നു ഗജപൂജ നടത്തിയത്. അമ്പാടി മഹാദേവൻ, അമ്പാടി മാധവൻകുട്ടി, നെടുമൺകാവ് മണികണ്ഠൻ തുടങ്ങി 4 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ആമക്കാവ് മുൻ മേൽശാന്തി നാരായണ നമ്പൂതിരി ആദ്യ ഉരുള നൽകിക്കൊണ്ടായിരുന്നു ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. മലമക്കാവ് മനോജ് മാലാനും സംഘവും വാദിഭാഗത്തിന് നേതൃത്വം നൽകി. ക്ഷേത്ര സേവാ സമിതി അംഗങ്ങൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ചേട്ടാ 3 വർഷം
കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ പ്രവർത്തക കൺവെൻഷൻ നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്നു. പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MA നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ബാവക്കുട്ടി, AV മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലും ജന്തർ മന്ദിറിലെ സമരവിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ SFI നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KA പ്രയാൺ ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ സെക്രട്ടറി ACS ആദർശ് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ P അനൂപ് സ്വാഗതവും ഏരിയ പ്രസിഡന്റ് ആതിര നന്ദിയും പറഞ്ഞു. മേഴത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ HST സോഷ്യൽ സയൻസ്, HST മലയാളം, HST ഇംഗ്ലീഷ് എന്നീ തസ്തികകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, കോപ്പികൾ എന്നിവ സഹിതം ജൂലൈ 30 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് സ്കൂളിൽ ഹാജരാവണം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.